പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഭൂമിശാസ്ത്രത്തിന്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് മാനവിക ഭൂമിശാസ്ത്രം, ഹ്യൂമൻ ജോഗ്രഫിയുടെ ചില നിർവചനങ്ങളെ കുറിച്ചാണ്. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ അക്കാദമിക് ഇയർ, അതായത് +1 നിങ്ങൾ ഏകദേശം ഇതേപോലെയുള്ള ഒരു ജൂൺ മാസത്തിൽ വന്നു ചേർന്ന സമയത്ത് ആദ്യമായിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങളോട് നിങ്ങളുടെ അധ്യാപകരൊക്കെ പഠിപ്പിച്ചത് എന്താണ് ജോഗ്രഫി എന്നതിനെ കുറിച്ചായിരുന്നു. അവിടെ റിച്ചാർഡിന്റെ വാട്ട് ഈസ് ജോഗ്രഫി എന്നുള്ള നിർവചനങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചു. അതേപോലെ തന്നെ രണ്ടാമത്തെ വർഷം നമ്മൾ ആദ്യത്തെ വർഷം ഫിസിക്കൽ ജോഗ്രഫിയാണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ വർഷം ഹ്യൂമൻ ജോഗ്രഫിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ വാട്ട് ഈസ് ഹ്യൂമൻ ജോഗ്രഫി എന്നതിനെ കുറിച്ചിട്ടുള്ള ചില നിർവചനങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലോകപ്രസിദ്ധരായിട്ടുള്ള റാറ്റ്സലും സെമ്പിളും പോൾ വൈറ്റൻ ഡി ലാബ്ലാഷയും ഒക്കെ നൽകിയിട്ടുള്ള മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ നിർവചനങ്ങളെ ആണ് നിങ്ങളുടെ ടെസ്റ്റ്. ഒന്നാമത്തെ നിർവചനം നൽകിയിരിക്കുന്നത് ഫ്രെഡറിക് റസൽ ആണ്. തീർച്ചയായിട്ടും ആരാണ് ഫ്രെഡറിക് റസൽ എന്നതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു പക്ഷേ രണ്ടാം വർഷത്തെ ഭൂമിശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു ടെക്സ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൊതുവിവരങ്ങളെ കൈകാര്യം ചെയ്യുന്ന ടെക്സ്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ രണ്ടാം വർഷത്തെ ടെസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകളും ക്വിസ് പ്രോഗ്രാമുകളും ഒക്കെ ഭാവിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോഴേ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഫ്രെഡറിക് റസൽ എന്ന് പറയുന്ന വ്യക്തി ബേസിക്കലി അദ്ദേഹം ഒരു സുവോളജിസ്റ്റാണ്. പിന്നീട് ഒരുപാട് യാത്രകൾ നടത്തുകയും അങ്ങനെ യാത്രകളുടെ ഭാഗമായിട്ട് അദ്ദേഹം ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കൂടുതലായിട്ട് അടുത്തറിയുകയും അതിന്റെ ഭാഗമായിട്ട് ഭൂമിശാസ്ത്രത്തെ ഇഷ്ടപ്പെട്ട് ഒരു ജോഗ്രഫറായി മാറിയിട്ടുള്ള ജർമ്മൻകാരനായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിക് റസൽ. അദ്ദേഹം ഭൂമിശാസ്ത്രത്തെ, പ്രത്യേകിച്ച് മാനവിക ഭൂമിശാസ്ത്രത്തെ വളരെ കൃത്യതയോട് കൂടിയിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് റസലിന്റെ നിർവചനം? റസൽ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ജോഗ്രഫി is the study of relationship between human societies and earth surface. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റസൽ ഈ നിർവചനം നൽകിയിരിക്കുന്നത്. ഏതാണ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. വളരെ വലിയ വാക്കുകളോ വലിയ സെന്റൻസുകളോ ഒന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് റസൽ നിർവചിക്കപ്പെട്ടത്. നമുക്ക് ഈ ഓരോ വാക്കുകളിലേക്ക് കൊണ്ടുപോകാം. ആദ്യത്തെ വാക്ക് ഹ്യൂമൻ ജോഗ്രഫി. നമുക്കറിയാവുന്നതാണ്. മലയാളത്തിലേക്ക് പറയുമ്പോൾ ഹ്യൂമൻ ജോഗ്രഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനവിക ഭൂമിശാസ്ത്രം. ഈസ് അറിയാം, സ്റ്റഡി പഠിക്കുക എന്നുള്ള പഠനം നടത്തുന്നു. റിലേഷൻഷിപ്പ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വാട്ട് ഈസ് റിലേഷൻഷിപ്പ്? ഒന്ന് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്, അതിന്റെ അർത്ഥം കൂടുതലാണ്. എപ്പോഴും ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ കൂടി വരുമ്പോഴാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ റിലേഷൻഷിപ്പ് എന്നുള്ള വാക്ക് റസൽ ഉപയോഗിച്ചിട്ടുണ്ട് ബിറ്റ്വീൻ, ഏതൊക്കെ തമ്മിൽ, ഇൻ ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് സീ, ഒന്നിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഒന്നുകൾ തമ്മിലുള്ള. ഹ്യൂമൻ സൊസൈറ്റീസ് ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കേണ്ട വാക്കാണ് ഹ്യൂമൻ സൊസൈറ്റീസ്, മാനവിക സമൂഹം. സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു സോഷ്യൽ ആനിമലാണ്, സൊസൈറ്റിയിൽ ജീവിക്കുന്നതാണ്, സമൂഹ ജീവിയാണ്. ആ തരത്തിലാണ് ഇവിടെ മാനവിക സമൂഹം.
surface. That means earth apostrophe s എന്നാകും earth surface. അതായത് ഭൂമിയുടെ ഉപരിതലം. അപ്പോൾ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നമ്മൾ കിട്ടി കഴിഞ്ഞു. ഇതില് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊന്നും തന്നെയില്ല. വാക്കുകൾ നമ്മൾ ഒന്നുകൂടി ചെയ്യാം. ഹ്യൂമൻ ജോഗ്രഫി, മാനവിക ഭൂമിശാസ്ത്രം. സ്റ്റഡി, that means പഠിക്കുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ബന്ധങ്ങളെ കുറിച്ച്. ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് എർത്ത് സർഫേസ്. ഈ അവസാനം എഴുതിയ രണ്ട് വാക്കുകളെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം, പരസ്പരം കണക്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ വാക്കിട്ട് തിരിച്ചും മറച്ചും നമുക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ് രണ്ട് വാക്കുകളെ? That is human societies, മാനവിക സമൂഹം. രണ്ടാമത്തെ വാക്ക് ഭൂമിയുടെ ഉപരിതലം. അപ്പോൾ റാസലിന്റെ ഡെഫിനിഷന്റെ തുടക്ക ഭാഗം അല്ലെങ്കിൽ അതിനെ വളരെ നമ്മുടേതായിട്ടുള്ള ഒരു ആംഗിളിൽ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: ഭൂമിയുടെ ഉപരിതലവും മാനവിക സമൂഹവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മാനവിക ഭൂമിശാസ്ത്രം. ഹ്യൂമൻ ജോഗ്രഫി is the study of relationship between human societies and earth surface. ഒന്നാമത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് കൾച്ചറൽ ഫീച്ചേഴ്സ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വസ്തുക്കളെ നമുക്ക് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയാം. നിങ്ങൾ ആ ആക്ടിവിറ്റി ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ ഫിസിക്കൽ ഫീച്ചേഴ്സുകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ലാൻഡ് ഫോം ഫീച്ചേഴ്സ് ആർ ഫിസിക്കൽ ഫീച്ചേഴ്സ്. റിവറുകളുണ്ട്, മൗണ്ടൈനുകളുണ്ട്, ഹില്ലുകളുണ്ട്, പ്ലാറ്റ്യൂകളുണ്ട്, പ്ലെയിൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഫിസിക്കൽ ഫീച്ചേഴ്സുകൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, all the man-made activities are included in the categories of human societies. ഇവിടെ ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സും കൾച്ചറൽ ഫീച്ചേഴ്സും തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവ തമ്മിൽ എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളെപ്പോഴും വീട് വെക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക അവിടെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, then about the climate. Here water is a physical feature, the settlement is a human feature. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിലനിൽക്കുന്നത്. ഇവ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം, ഹ്യൂമൻ ജോഗ്രഫി എന്നാണ് ജർമ്മൻ ജോഗ്രഫറായിട്ടുള്ള റാസൽ നിർവചനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി, റാസലിന്റെ നിർവചനം. ഇനി രണ്ടാമത്തെ നിർവചനം നൽകിയിരിക്കുന്നത് മറ്റൊരു ലോക പ്രശസ്തയായിട്ടുള്ള ഭൂമിശാസ്ത്രജ്ഞയായിട്ടുള്ള എലൻ സി സെമ്പിൾ അഥവാ എലൻ ചർച്ചിൽ സെമ്പിൾ. ഞാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലോക പ്രശസ്ത അതേപോലെ ശാസ്ത്രജ്ഞ എന്നീ രണ്ട് വാക്കുകളാണ് ഞാൻ നിങ്ങൾ മുന്നിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയാണ്. ആ ഒരു കാലഘട്ടം കൂടി നിങ്ങൾ ആലോചിക്കണം. 1800കളുടെ അവസാനം 1900ന്റെ തുടക്കത്തിലുള്ള കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള എലൻ സി സെമ്പിൾ. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള റാസലിന്റെ പിൻഗാമിയായിട്ട് റാസലിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ടുകൊണ്ട് റാസലിന്റെ ക്ലാസ്സുകളിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് 500ഓളം കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ ഒരേ ഒരു സ്ത്രീ ആയിട്ട് ക്ലാസ്സിൽ ഇരുന്ന വ്യക്തിയാണ്
കൂടാതെ അസോസിയേഷൻ ഓഫ് അമേരിക്കൻ ജോഗ്രഫേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ ആദ്യത്തെ വുമൺ പ്രസിഡന്റാണ് എലൻ സി സെൻ. അവർ എങ്ങനെയാണ് ഭൂമിശാസ്ത്രത്തെ നിർവചനം ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ നോക്കാം. According to Alan C. Sever, human geography is the study of the changing relationship between unrusting man and the unstable earth. ഇവിടെ നമ്മൾ നേരത്തെ റാപ്സർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതേ ചില വാക്കുകൾ നമുക്ക് ഇവിടെ വീണ്ടും കാണാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാനിവിടെ സ്ട്രൈക്ക് ചെയ്യാം. ഹ്യൂമൻ ജോഗ്രഫി നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കഴിഞ്ഞ വർഷമേ നമ്മൾ പഠിച്ചതാണ്. മാനവിക ഭൂമിശാസ്ത്രം സ്റ്റഡി ജനറലായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചത്, നമ്മളെല്ലാവരെയും മറ്റ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും സ്റ്റഡി മീൻസ് പഠിക്കുക. The familiar term relationship between റാപ്സർ ഡിഫൈൻ ചെയ്ത സമയത്ത് ഇതേ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഇതല്ലാതെ ഇവിടെ സെമ്പൾ ഉപയോഗിച്ചിട്ടുള്ള മറ്റു രണ്ട് വാക്കുകൾ എന്തൊക്കെയാണ്? അൺറസ്റ്റിംഗ് മാൻ, അൺസ്റ്റേബിൾ. സെമ്പളിന്റെ ഡെഫിനിഷന്റെ കീവേഡ്സ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഈ രണ്ട് വാക്കുകൾ. അൺറസ്റ്റിംഗ് മാൻ, വിശ്രമമില്ലാത്ത മനുഷ്യൻ. അൺസ്റ്റേബിൾ, സ്റ്റേബിൾ അല്ലാത്ത, സ്ഥിരമല്ലാത്ത, എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന. അത് ഈ രണ്ട് വാക്കിനെയും ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അൺറസ്റ്റിംഗ് മാൻ, മനുഷ്യൻ എപ്പോഴും ഒരേപോലെയല്ല, എപ്പോഴും പല തരത്തിലുള്ള മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ആക്ടിവിറ്റീസ്, മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങളിലെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ആ മാറ്റങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. അൺസ്റ്റേബിൾ, സ്ഥിരമല്ലാത്ത, സ്ഥിരതയില്ലാത്ത ഭൂമി. ലാൻഡ് ഫോം ഫീച്ചേഴ്സ് നിങ്ങൾ +1 gradation, degradation, aggradation, different types of landforms, erosional landforms, നിങ്ങൾ പഠിച്ചിട്ട് ഏജന്റുകളിൽ, മൂവിംഗ് ഏജന്റുകളിൽ പല തരത്തിലുള്ള ലാൻഡ്ഫോം ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. നിങ്ങളുടെ ചുറ്റുപാട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 5-6 വർഷം മുമ്പിട്ട് നിങ്ങൾ കടന്നു വന്ന നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മണ്ണ് അവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഗ്രഡേഷനും ഡീഗ്രഡേഷനും ആഗ്രഡേഷനും ഇറോഷനും ഡെപ്പോസിഷനും പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ കോൺഫിഗറേഷന് പഠിച്ചിട്ടുണ്ടാവും. ജിയോമോർഫിക് പ്രോസസ്സസ്, അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവര് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഇൻ ബിറ്റ്വീൻ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ എർത്തും അൺറസ്റ്റിംഗ് മാനും, വിശ്രമമില്ലാത്ത മനുഷ്യനും അസ്ഥിരമായിട്ടുള്ള ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന, ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഭൂമിശാസ്ത്ര ശാഖയാണ് മാനവിക ഭൂമിശാസ്ത്രം എന്നാണ് എലൻ സി സെൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിൽ ഏതാണ് ഹ്യൂമൻ ഫാക്ടർ, ഏതാണ് ഫിസിക്കൽ ഫാക്ടർ? തീർച്ചയായിട്ടും ഹ്യൂമൻ ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അൺറസ്റ്റിംഗ് മാൻ ആണ്. ഫിസിക്കൽ ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അൺസ്റ്റേബിൾ. റാപ്സലിന്റെ ഡെഫിനിഷനിൽ നിന്ന് ചില മാറ്റങ്ങൾ അവിടെ ഫിസിക്കലും ഹ്യൂമൻ സൊസൈറ്റിയും ഉള്ള വാക്കിൽ പറയാം. ഇവിടെ അൺറസ്റ്റിംഗ് മാനും അൺസ്റ്റേബിൾ എർത്തായി എന്നുള്ള ഒരു മാറ്റം മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ
ബന്ധവും അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് മാനവിക ഭൂമിശാസ്ത്രം എന്ന് എലൻ സി സിമ്പിൾ നിർവചിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്. മാനവിക ഭൂമിശാസ്ത്രം എന്നത് അശാന്തമായ മനുഷ്യൻ, നിങ്ങളുടെ ടെക്സ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അൺട്രസ്റ്റിംഗ് മാൻ, അശാന്തമായ മനുഷ്യനും അൺസ്റ്റേബിൾ അസ്ഥിരമായ ഭൂമിയും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെ കുറിച്ചുള്ള പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം എന്നാണ് എലൻ സി സിമ്പിൾ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനിഷൻ പഠിച്ചു, ഫ്രാൻസിന്റെ ഡെഫിനിഷനും എലൻ സി സിമ്പിളിന്റെ ഡെഫിനിഷൻ. ഇനി മൂന്നാമത്തെ ഒരു നിർവചനം കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നൽകിയിട്ടുണ്ട്. ഡിഫൈൻഡ് ബൈ പോൾ വൈഡൽ ഡി ലാഷ്. He is from France. ഫ്രഞ്ചുകാരനായിട്ടുള്ള മാനവിക ഭൂമിശാസ്ത്രത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ബുക്കുകളും കോൺസെപ്റ്റുകളും പോസിബിലിസം പോലെയുള്ള കോൺസെപ്റ്റുകളൊക്കെ നൽകിയിട്ടുള്ള പോൾ വൈഡൽ ഡി ലാഷ് നൽകിയിരിക്കുന്ന നിർവചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കൊന്ന് പഠിച്ചു നോക്കാം. വാക്കുകൾ മാറിയിട്ടുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ കോമൺ പോയിന്റ് എന്ന് പറയുന്നത്, മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ഡെഫിനിഷനിലൊക്കെയുള്ള രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു സൈഡില് ഫിസിക്കൽ ഫാക്ടേഴ്സുകളും രണ്ടാമത്തെ സൈഡില് ഹ്യൂമൻ ഫാക്ടേഴ്സുകളാണ്. ഇവർ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് മാനവിക ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നാച്ചർ. പക്ഷേ ഈ ഡെഫിനിഷനൊക്കെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. അൺട്രസ്റ്റിംഗ് മാൻ, അൺസ്റ്റേബിൾ എർത്ത്, ഹ്യൂമൻ സൊസൈറ്റീസ് എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ മാറിയിട്ടുണ്ട്. ഇവിടെ ലാപ്ലാസ് നൽകിയിരിക്കുന്ന ഡെഫിനിഷനിൽ നമുക്ക് നോക്കാം. കൺസെപ്റ്റ് റിസൾട്ടിംഗ് ഫ്രം ദി മോർ synthetic knowledge of the physical laws governing our earth and of the living beings which inhabit it. ഇവിടെ synthetic knowledge, ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മൾ പരിചയമുള്ള വാക്കാണ്. സംശ്ലേഷണം അഥവാ കൂടിച്ചേരുക എന്നുള്ളതാണ്. അറിവ് of the physical laws, ആ ഒരു വാക്ക് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ട്, കാരണം ആ വാക്കിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി അറിഞ്ഞിരിക്കണം. ഫിസിക്കൽ ലോസ് അഥവാ ഭൗതിക നിയമങ്ങൾ. ഗവേണിംഗ് പരിചയമാക്കാണ്. ഗവേണിംഗ്, ഗവൺമെന്റ്, ഭരിക്കുക, നിയന്ത്രിക്കുക. അവർ നമ്മുടെ ഭൂമിയെ and of the living beings which inhabit it, നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ എങ്ങനെയാണ് ഭൗതിക നിയമങ്ങൾ സ്വാധീനിക്കുന്നത്. ഇതുകൂടെയാണ് കിട്ടിയ മറ്റ് രണ്ട് ഡെഫിനിഷനെക്കാളും വാക്കുകളിൽ കുറച്ച് മാറ്റങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ, inhabitants living in our earth. The another term is physical laws governing. ഈ രണ്ട് വാക്കുകളാണ് ഇവിടെ നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടത്. നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ എങ്ങനെയാണ് അവിടുത്തെ ഭൗതിക നിയമങ്ങൾ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മാനവിക ഭൂമിശാസ്ത്രം എന്നാണ് പോൾ വൈഡൽ ഡി ലാഷ്. നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കൂടി കടന്നു പോയിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ എപ്പോഴും മനസ്സിലാക്കാത്ത ഒരു വാക്ക്, what you mean by physical laws, ഭൗതിക നിയമം. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തില് ഒരുപാട് ഭൗതിക നിയമങ്ങൾ. നിങ്ങൾ പ്ലസ് വണ്ണില് പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമറ്റോളജിയുടെ ഭാഗങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് താപനില കുറയും. When the height is increasing, temperature decreasing. It's a physical law. Then നിങ്ങൾക്ക് പരിചയമുള്ള മറ്റൊരു വാക്കാണ് നോർമൽ ലാപ്സ് റേറ്റ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്റർ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് 1 ഡിഗ്രി സെൽഷ്യസിന്റെ തോതിൽ താപനില കുറയുന്നു.
ഉദ്ദേശിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അവിടെ ലോ പ്രഷർ രൂപീകൃതമാകുന്നു, ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അവിടെ ഹൈ പ്രഷർ രൂപീകൃതം. ഇതൊക്കെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിലനിൽക്കുന്ന ചില ഭൗതിക നിയമങ്ങളാണ്. ഭൗതിക നിയമങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിലെ ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് മാനവിക ഭൂമിശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്നാണ് പോൾ വൈഡൽ ഡി ലാപ്ലാഷെ നിർവചിച്ചത്. ഭൂമിയിലെ ഭൗതിക നിയമങ്ങളെ കുറിച്ചും ഭൂമിയിൽ താമസിക്കുന്ന ജീവജാലങ്ങൾക്ക് അവയുമായുള്ള ബന്ധത്തെ കുറിച്ചുള്ള സംശ്ലേഷിത അറിവുകളുടെ രൂപീകരണമാണ് മാനവിക ഭൂമിശാസ്ത്രം. ഇത്തരത്തില് 3 തരത്തിലുള്ള നിർവചനമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നിർവചനം നൽകിയിരിക്കുന്നത് റാസലാണ്. രണ്ടാമത്തെ നിർവചനം നൽകിയിരിക്കുന്നത് അലൻസി സെമ്പിളാണ്. മൂന്നാമത്തെ നിർവചനം നൽകിയിരിക്കുന്നത് പോൾ വൈഡൽ ഡി ലാപ്ലാഷെ. ഈ 3 നിർവചനത്തിലും ഒന്നാമത്തെ നിർവചനത്തില് റാറ്റ്സിന് പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ജോഗ്രഫി is the study of the relationship between human society versus on earth surface. രണ്ടാമത്തെ എലൻസി സെമ്പിളിലേക്ക് എത്തുമ്പോഴേ അവിടെ അൺറെസ്റ്റിംഗ് മാൻ, അൺസ്റ്റേബിൾ എർത്ത്. ലാപ്ലാഷയിലേക്ക് എത്തുമ്പോഴേ അവിടെ ഇൻഹാബിറ്റ്, ഫിസിക്കൽ വേൾഡ്സ്. ഇവിടെ ഈ ഡെഫിനിഷൻ 3 പേരാണ് നൽകിയിരിക്കുന്നത്. റാസൽ, സെമ്പിൾ, വൈഡൽ, ഡി ലാപ്ലാഷെ. ഇവർ 3 പേരും യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരേ കാര്യമില്ല. പക്ഷേ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ടേംസ്, വാക്കുകൾ വ്യത്യാസമുണ്ട്. നമുക്കൊന്ന് വളരെ പെട്ടെന്ന് നോക്കാം. റാസൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹ്യൂമൻ സൊസൈറ്റിയാണ്. ഇവിടെ എർത്ത് സർഫേസ് ആണ്. സെമ്പിളിലേക്ക് എത്തുമ്പോഴേ അൺറെസ്റ്റിംഗ് മാൻ ആണ്, അൺസ്റ്റേബിൾ ആണ്. ലാപ്ലാഷിലേക്ക് എത്തുമ്പോഴേ അത് ഇൻഹാബിറ്റിലേക്ക് മാറുന്നു, ഫിസിക്കൽ ലോസിലേക്ക് മാറുന്നു. ഇതിനെ രണ്ടിനെയും നമുക്ക് 2 ഫാക്ടറാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തില് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വരുന്നത് ഒരു ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂമൻ ഫാക്ടർ. The second factor is the nature or the physical factor. ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം ഹ്യൂമൻ ജോഗ്രഫി മീൻസ് the studying the relationship between humans and nature. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മാനവിക ഭൂമിശാസ്ത്രം. മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ 3 നിർവചനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ് സ്ക്രീനിൽ കാണുന്നത്. മാനവിക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർവചനത്തിൻ്റെ പദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വർഗീകരണം നടത്തേണ്ടത്. അതായത് ആരൊക്കെയാണ് ഈ പദങ്ങൾ അവരുടെ നിർവചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്നാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഈ ക്ലാസ് ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും നന്ദി.